ഹായ് ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനാമിക ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പൊളിയാണ്. കോടതിയിൽ അതിനെതിരെയുള്ള തെളിവുകളെല്ലാം നിരത്താണ് നയനയും വക്കീലും എല്ലാം കൂടി. അങ്ങനെ അനാമികയുടെ വാദമെല്ലാം പൊട്ടയാണെന്ന് തെളിയുക, അനാമിക കേസിൽ തോറ്റുപോവുകയൊക്കെ ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ മുത്തശ്ശനും അനിയും കൂടി അനാമികയെ പോയിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് പറയാണ് അനന്തപുരി തറവാടിനോട് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അനാമിക അതിന് മറുപടിയായിട്ട് വേറൊരു പണി കൂടി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇതിനൊക്കെ എന്നെ പ്രേരിപ്പിച്ചത്, ഇതിനൊക്കെ എൻ്റെ കൂടെ നിന്നതും വേറെ ആരുമല്ല, അപ്പച്ചിയും അതുപോലെ തന്നെ അബിയുമാണെന്ന് പറയാണ്. അങ്ങനെ ജലജയുടെയും അബിയുടെയും നേർക്ക് വിരൽ ചൂണ്ടുവാണ് അനാമിക കേട്ടോ മുത്തശ്ശൻ്റെ മുമ്പിൽ. അപ്പോൾ ജലജയെ അബി അങ്ങ് ഇല്ലാതാവുക, കാരണം എല്ലാത്തിനും കൂട്ടുന്നത് ഇവരാണെന്നുള്ള കാര്യം അനാമിക പറയുകയും തെളിവുകൾ നിരത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കോടതിയിലെ വാദമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വക്കീൽ പല ചോദ്യങ്ങളും എല്ലാവരോടും ചോദിക്കുക. അപ്പം നയന തന്നെ പറയുന്നുണ്ട് കേട്ടോ, അവൾ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തത് ഭയങ്കര മോശമായ കാര്യങ്ങളും ഒക്കെയാണ്, ഞങ്ങളുടെ കുടുംബം തകർക്കാൻ വേണ്ടിയാണ് ഇവൾ ചെയ്തതെന്നൊക്കെ പറയാണ്. അപ്പം ജഡ്ജ് പറയുന്നുണ്ട് അങ്ങനെ അവൾ എന്നൊന്നും ഇവിടെ പറയാൻ പാടില്ല, അതുകൊണ്ട് തന്നെ പേര് പറയണമെന്ന് പറയുമ്പോൾ നയന അതിനും മറുപടി പറയാം. പേര് പറയാത്തത് മനസ്സിലുള്ള ദേഷ്യം കൊണ്ടാണ്, കാരണം അതുപോലുള്ള ദ്രോഹങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തത്. എന്നിട്ടിപ്പം മുത്തശ്ശിയെ കൂടി കോടതി കയറ്റാൻ വേണ്ടി ഇവൾ തയ്യാറായിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് പറയുമ്പോൾ ജഡ്ജി പറയുന്നുണ്ട് അതൊന്നും ഇവിടെ പറ്റില്ല, ഇത് കോടതിയാണ്, ഇവിടെ നേരായ രീതിയിൽ സംസാരിക്കണമെന്ന് നയനയ്ക്ക് താക്കീത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അവനവൻ്റെ ഭാഗം പറയുകയാണ് ചെയ്യുന്നത്. ദേവയാനിയൊക്കെ ആണെങ്കിലും അനാമികയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുക. പക്ഷേ അനാമിക പറയുന്നത് എന്നെ ആ വീട്ടിലിട്ട് ഒരുപാട് ഇവർ ഉപദ്രവിച്ചു ദ്രോഹിച്ചു എന്നാണ് പറയുന്നത്. ഭക്ഷണം പോലും തരാതെ ഇട്ട് എന്നെ ദ്രോഹിക്കുകയാണ് ചെയ്തത് ഇവർ എന്ന് പറയുക. അപ്പോൾ ഇതെല്ലാവരും ഇത് എതിർക്കുന്നുണ്ട്, ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണെന്ന് പറയുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതൊന്നുമല്ല, ഈ അനിയുണ്ടല്ലോ ഇവനൊരു വിവാഹ തട്ടിപ്പ് വീരൻ, ഒരു പ്രേമ വീരനാണെന്ന് പറയാണ്. ഇവന് ഏത് പെൺകുട്ടിയെ കണ്ടാലും ഒരു ഇത്തിരി ഇളക്കം കൂടുതലാണ്, പ്രേമമാണ് അവരോട്. വിവാഹത്തിന് മുമ്പും ഇവന് ഇത് തന്നെയായിരുന്നു പണി, വിവാഹത്തിന് ശേഷവും അതെ, നന്ദുവുമായിട്ടുള്ള ബന്ധം തുടർന്ന് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നെ ചതിക്കുകയാണ് ചെയ്തത്, അതുപോലെ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു കാരണമല്ലേ എന്ന് ചോദിക്കുക, ഞാൻ ഡിവോഴ്സിലേക്ക് പോകാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ തന്നെ പറയുകയാണ് ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ അനാമികയ്ക്ക്, ഇല്ലല്ലോ. അതുകൊണ്ട് എത്രമാത്രം കോമ്പൻസേഷൻ കൊടുത്താലും ഇതിനൊന്നും ഒരു മതിയാവില്ല, കാരണം ഈ കുട്ടിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, മറ്റുള്ളവരുടെ ഭാഗത്താണ് തെറ്റ്. അതുകൊണ്ട് തന്നെ അനന്തപുരി പോലെ ഒരു വലിയ വ്യവസായ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് വിട്ട ഈ പെൺകുട്ടിക്ക് അർഹമായ കോമ്പൻസേഷൻ തന്നെ കിട്ടണം. അതുകൊണ്ട് ഒരു 10-20 കോടി രൂപയെങ്കിലും കിട്ടാതെ ഡിവോഴ്സിലേക്ക് നീങ്ങാൻ പറ്റില്ല, ഈ കുട്ടിക്ക് ഭാവിയില്ലേ ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിക്കണം. അപ്പം അന്നി പറയുന്നുണ്ട് ഞാനങ്ങനെ ഒരു വിവാഹ തട്ടിപ്പ് വീരനോ പ്രേമ വീരനോ ഒന്നും അല്ല, നന്ദുവുമായിട്ട് എനിക്ക് മോശമായ രീതിയിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല, അതുപോലെ മറ്റാരെയും ഞാൻ പ്രേമിച്ചിട്ടുമില്ല. അനാമിക തന്നെ വന്ന് കണ്ടാണ് എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് വിവാഹാലോചനയായിട്ട് വന്നത്. ഇവരുടെ വീട്ടുകാരാണ് വീട്ടിൽ വന്നത്, അതും പല തട്ടിപ്പുകളും പറഞ്ഞിട്ടാണ് വന്നത്, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ വിവാഹം നടത്തിയത് എന്നൊക്കെ അനിയും അവിടെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പം പിന്നെ 4ാം പ്രതിയായിട്ട് ചേർക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ മുത്തശ്ശിയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയെ എങ്ങനെയെങ്കിലും കയറ്റി നിർത്തി വിസ്തരിക്കാനായിട്ട് ഉള്ള പുറപ്പാടാണ്. അങ്ങനെ മുത്തശ്ശിയെ വിളിക്കുകയാണ്, 4ാം പ്രതിയായ വസുന്ധരയെ വിളിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് ആകെപ്പാട് ടെൻഷൻ ആവുകയാണ്. മുത്തശ്ശിക്ക് ഇക്കാര്യത്തിലൊന്നും വലിയ പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശി ആകെ ടെൻഷൻ അടിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ വയസ്സാം കാലത്ത് മുത്തശ്ശൻ്റെ നേരെ നോക്കിയിട്ട് പറയുന്നുണ്ട് എനിക്ക് ആകെപ്പാട് ടെൻഷൻ ആവുകയാണെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് വസുന്ധരെ നീ ഇതൊന്നും പേടിക്കാനൊന്നും പോകുന്നുണ്ട, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, നിന്നോട് കാര്യങ്ങൾ ചോദിച്ചറിയുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശിയെ അഴുക്കുള്ളിൽ കയറ്റി നിർത്തി ചോദ്യം ചെയ്യാണ് കേട്ടോ. അപ്പോൾ വക്കീലാണെങ്കിൽ ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് മുത്തശ്ശിയോട് പെരുമാറുന്നത്. മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ആൺകുട്ടികളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് 2 ആൺമക്കളാണ് ഉള്ളത് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കൊരു മകളില്ലേ എന്ന് ചോദിക്കും, ഉണ്ട്, അത് ആരാണെന്ന് ചോദിക്കുമ്പം ജലജയാണെന്ന് പറയാണ്. അപ്പം വക്കീൽ ചോദിക്കുന്നുണ്ട് ജലജ നിങ്ങളുടെ മകൾ തന്നെയാണോ, ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുക.
അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ജലജ എൻ്റെ മോളാണ്, പക്ഷേ ഞങ്ങൾ അവളെ ചെറുപ്പത്തിലെ എടുത്തു വളർത്തിയതാണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവളെ സ്വന്തം കുട്ടിയെപ്പോലെ ഞങ്ങളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ട് വന്നതാണെന്ന് പറയുക. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, ആ സ്വന്തം കുട്ടിയായിട്ട് വളർത്തിയ ജലജയോട് നിങ്ങൾ ചെറുപ്പം മുതൽ പീഡനമല്ലേ നടത്തിയത്? നിങ്ങൾ അവളെ ഉപദ്രവിക്കല്ലായിരുന്നോ? ആ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് ശബ്ദമില്ലല്ലോ, അതല്ലേ അവിടെ കാണുന്നത്? നിങ്ങളുടെ ഭർത്താവ് അനന്തമൂർത്തിയല്ലേ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്? മറ്റുള്ള സ്ത്രീകൾക്ക് അവിടെ ഒന്നും മിണ്ടാൻ പോലും അവകാശമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രശ്നവും അവിടെ ഇല്ല. എൻ്റെ ഭർത്താവും അനന്തമൂർത്തി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവരുടെ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വന്നു കയറിയ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള പെൺകുട്ടികൾക്കും ഒന്നും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലായ്കയില്ല. എല്ലാവർക്കും അവനവൻ്റെ അഭിപ്രായം പറയാനും അവരവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ട് എന്ന് പറയുമ്പം ആ വക്കീൽ പിന്നെയും വാദിക്കുക കേട്ടോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ജലജയോട് അങ്ങനെയുള്ള ജലജയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങളുടെ ഭർത്താവിൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയല്ലേ ഈ ജലജ എന്ന് പറയുന്നത് എന്ന് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശിക്ക് ആകെപ്പാടെ വല്ലാത്തൊരു വിഷമമായി പോവുക. മുത്തശ്ശനെ ഇങ്ങനെ നോക്കുക. അപ്പം മുത്തശ്ശന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പം മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറയാണ്, നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ പറയുന്നത്? കോടതിയാണെന്ന് വെച്ച് എന്തും വിളിച്ച് പറയാമെന്ന് കരുതരുതെന്ന് പറയാണ്. അല്ല, അങ്ങനെ തന്നെയല്ലേ, അതുകൊണ്ടല്ലേ ഈ പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്തി വളർത്തിയത്. അതിന് നിങ്ങൾക്ക് എതിർക്കാനോ ഒന്നും ഉള്ള ഒരു ശക്തിയില്ലായിരുന്നല്ലോ. അതിന് ഈ അനന്തപൂർത്തിത്ത് പറയുന്ന ഇയാൾ സമ്മതിച്ചിട്ടുണ്ടോ? നിങ്ങൾ അയാളുടെ അടിമയായിട്ടല്ലേ അവിടെ ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശിക്ക് ആകെ BP കൂടുകയാണ് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മുത്തശ്ശനും അതുപോലെ നയനയ്ക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേവയാനിക്കാണേലും അതെ, നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി എന്ത് പറയണമെന്നറിയാതെ അവിടുന്ന് ഇറങ്ങി പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെയും ആ വക്കീൽ പറയുന്നുണ്ട് കേട്ടോ, ഇവർ ആ വീട്ടിലെ ഏറ്റവും പ്രായമൂർത്ത സ്ത്രീയാണ്. അനാമികയുടെ മദർ ഇൻ ലോയേക്കാളും കൂടുതൽ അനാമികയെ ഉപദ്രവിച്ചിരിക്കുന്നത് ഈ സ്ത്രീയാണ്. ഇവർ വളരെ ധാർഷ്ട്യമുള്ള സ്ത്രീയാണ് എന്നൊക്കെ കോടതിയുടെ മുമ്പിൽ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അനാമിക മോളോട് എതിർത്തൊരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ കേസ് കൊടുത്തതെന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നൊക്കെ പറയാം. അങ്ങനെ മുത്തശ്ശി ആകെ വിഷമിച്ച് തളർന്ന് മുത്തശ്ശൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. അങ്ങനെ വാദമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മുത്തശ്ശി ആകെ ക്ഷീണിച്ചിരിക്കുന്നുണ്ട്. നയനിയും ദേവയാനിയും എല്ലാം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കണ്ട, സാരില്ല, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. അനാമിക എന്ന് പറയുന്ന ആ പെരുങ്കള്ളി അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ ആലോചിച്ചതാണോ? നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി തന്നെ അമ്മ അവളിത് ചെയ്തിരിക്കുന്നതെന്ന് ദേവയാനി പറയാം. അപ്പോൾ ജയനും പറയാൻ കേട്ടോ, അമ്മ വിഷമിക്കേണ്ട, അമ്മയ്ക്ക് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടായെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അതിലേറെ വിഷമിച്ചു. അമ്മയെ വിസ്താര കൂടി കയറ്റി നിർത്തി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ആ വക്കീൽ മനഃപൂർവ്വം പ്ലാൻ ഇട്ടതാണ് എന്ന് പറയണം. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അതേ മുത്തശ്ശി, അയാളൊരു ക്രിമിനൽ വക്കീലാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ ആണെങ്കിലും കുരുട്ട് വഴികളിലൂടെ ക്രിമിനലുകളെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു വക്കീലാണ് നന്ദകുമാർ. അയാൾ ഇവിടെ ഏറ്റെടുക്കുന്ന കേസുകളെല്ലാം ഇതുപോലെ പ്രതികൾ ദുഷ്ടന്മാരും ക്രൂരന്മാരും ഒക്കെ ആയിരിക്കും. അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി കോടികൾ വാങ്ങിച്ചിട്ടാണ് അയാൾ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാം. മുത്തശ്ശി അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ അനാമികയല്ലേ. അവൾ എന്തെല്ലാം മോശം കാര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിലുള്ളവരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവളും അവളുടെ വക്കീലും കൂടി കുറേ കളിക്കുന്നുണ്ട്. വേണുവും രേവതി എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടുമെന്ന് ഓർക്കണ്ട. ഈ കേസൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാത്തിനും വേണ്ടത് ശിക്ഷ ഞാൻ തന്നെ വാങ്ങിക്കൊടുക്കുമെന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ, അതല്ല മുത്തശ്ശ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇത്രയൊക്കെ നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തുകയും മുത്തശ്ശിയെ വരെ വിസ്താരക്കൂട്ടി കയറ്റി നിർത്തി കരയിപ്പിക്കുകയും ചെയ്ത അവളുണ്ടല്ലോ ആ അനാമിക, അവൾക്കെതിരെ നിരത്താൻ പറ്റുന്ന എല്ലാ തെളിവുകളും ഞാൻ നിരത്തും. എല്ലാ തെളിവുകളും ഉണ്ടാക്കി കോടതിയിൽ വാദിച്ച് നമ്മൾ തന്നെ ജയിക്കും. ഒറ്റ രൂപ കോമ്പൻസേഷൻ കൊടുക്കാതെ എനിക്ക് ഡിവോഴ്സ് കിട്ടുകയും ചെയ്യുമെന്ന് പറയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ പോവുക. എല്ലാവർക്കും ഭയങ്കര വിഷമാവുക. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ ജലജയുണ്ട്, അതുപോലെ തന്നെ ജാനകിയുണ്ട് കേട്ടോ. അവർക്കൊന്നും ഇല്ലായിരുന്നല്ലോ, കേസില്ലാത്തത് കൊണ്ട് തന്നെ അവർ വീട്ടിൽ ഇരിക്കുക. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. ജാനകിക്ക് കുറച്ചൊക്കെ ഒരു അനാമികയോട് ദേഷ്യമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാനകി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക. ജാനകി വന്ന് കയറുന്ന കാണുമ്പോഴേ ചോദിക്കും, അമ്മേ എന്നും പറഞ്ഞ് ചെല്ലുമ്പോഴേക്കും മുത്തശ്ശി അങ്ങ് കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് വിഷമിച്ച് കയറി പോകുമ്പോഴേക്കും ജലജ ചോദിക്കും, എന്താ
എന്താ സംഭവിച്ചത്? അമ്മയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. എന്താ വിസ്താരക്കൂട്ടി കയറ്റി നിർത്തി അമ്മയെ വിയർപ്പിച്ചോ? എന്തൊക്കെയാ അവൾ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ അനി പറയാണ്, അവൾ പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു. നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ പല കള്ളത്തരങ്ങളും പറഞ്ഞു. അവളുടെ വക്കീലും അതുപോലെ ഒരാളായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വാദിച്ച് ജയിക്കാനല്ലേ അവർ നോക്കുകയുള്ളൂ. മുത്തശ്ശി ഒരുപാട് വിഷമിപ്പിച്ചു. ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ടെന്ന് അനി പറയാം. എല്ലാം ഞാൻ കാരണം ഇവിടെ ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയാം. അപ്പോൾ ജാനകി ചോദിക്കുക, അങ്ങനെയൊക്കെ അനാമിക പറഞ്ഞു എന്ന് ചോദിക്കുക. അമ്മ ഒന്നും പറയണ്ട എന്ന് അനി പറയാണ് കേട്ടോ. അനി പറയുന്നുണ്ട്, അമ്മയുടെ അനാമിക മോളല്ലായിരുന്നോ? ഇനിയും ചെല്ല്, അവളെ ചെന്ന് കാല് പിടിച്ച് ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വാ. ഇപ്പം മനസ്സിലായില്ലേ അവളുടെ മനസ്സിലിരിപ്പ്? മുത്തശ്ശിക്കെതിരെ കൂടി കേസ് കൊടുത്താൽ പോരാഞ്ഞിട്ട് മുത്തശ്ശിക്കെതിരെ എന്തെല്ലാം ചോദ്യങ്ങളാണ് ആ വക്കീൽ ചോദിച്ചത്. ഇത്രയും പ്രായമായ ഒരു സ്ത്രീയെ പിടിച്ചു നിർത്തി ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊന്നും അല്ല അയാൾ ചോദിച്ചത് എന്ന് പറയുമ്പോൾ ആദർശ് പറയാ, അതനി അവർക്ക് ജയം വേണ്ടേ? അവർക്ക് ജയിക്കാൻ വേണ്ടി ഏത് രീതിയിലും അവർ പോകും. അങ്ങനെയുള്ള വക്കീലാണ് നന്ദകുമാർ എന്ന് പറയാണ്. അപ്പം ജാനകി ചോദിക്കുക, നമ്മുടെ വക്കീലും വാദിച്ചില്ലേ? നവീനും നല്ലൊരു വക്കീലാണെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതെ, നവീനും നല്ലൊരു വക്കീൽ തന്നെയാണ്. നവീനും നന്നായിട്ട് വാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് തെളിവുകൾ കൂടി നവീന് കിട്ടണം. എന്നിട്ട് വേണം അവളെ ഇട്ട് പൊരിക്കാൻ. എന്തായാലും കോടതിയിൽ അനാമികയെ ജയിച്ചിട്ടേ നമ്മൾ ഇനി അടങ്ങുള്ളൂ. അതിനൊക്കെ എന്തെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ ആ സഹായങ്ങളൊക്കെ നവീന് ചെയ്തു കൊടുക്കണം. അല്ലാതെ അവളും ആ വേണുവും രേവതിയും ഒന്നും ഈ അനന്തപുരിയിലെ ഒറ്റ പൈസ കൊണ്ടുപോയി അനുഭവിക്കാൻ പാടില്ലെന്ന് പറയുക. അപ്പോൾ ജലജ പറയാ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അനാമിക അനന്തപുരിയിലെ മരുമോളായിട്ട് കയറി വന്നതല്ലേ, അനിയുടെ ഭാര്യയായിട്ട്. എല്ലാവരും കൂടി ആലോചിച്ച് കോടീശ്വരിയാണെന്നും കുടുംബമഹിമ ഉള്ളവളാണെന്നും ഒക്കെ പറഞ്ഞല്ലേ കയറ്റിക്കൊണ്ട് വന്നത്. എൻ്റെ മോൻ അബിക്ക് എന്തെല്ലാം കുറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം അബിക്കല്ലല്ലോ കുറ്റം, അനാമികയ്ക്കാണല്ലോ. അതുകൊണ്ട് തന്നെ അവളെ കുടുംബം കുട്ടിച്ചോറാക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് ഇനിയിപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കാതൊന്നും അവൾ അടങ്ങുമെന്ന് തോന്നുന്നില്ല. ന്യായമായ തുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് കൊടുത്ത് ഈ പ്രശ്നം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, ചെലജെ നീ ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് പറയാണ്. നിന്റെ വായിൽ നിന്ന് ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല, അകത്തേക്ക് കയറി പോകാൻ പറഞ്ഞു മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ നവീൻ വക്കീലാണെങ്കിലും എല്ലാ തെളിവുകളും അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അങ്ങനെ അനന്തപുരിയിൽ എത്തുകയാണ് നവീൻ വക്കീൽ. അനന്തപുരിയിൽ എത്തിയതിന് ശേഷം അനിയുമായിട്ട് സംസാരിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, അനാമിക ഒരു ഫ്രോഡാണെന്നുള്ള കാര്യം വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ്. കാരണം അവളുടെ വീട്ടിലേക്ക് വിരുന്നിന് പോയ സമയത്തും അതിനുശേഷവും ഒക്കെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഫേക്കാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അവൾക്ക് വല്യമ്മ കുറേ സ്വർണ്ണമൊക്കെ കൊടുത്തിരുന്നു. അതൊക്കെ അവൾ ഇവിടുന്ന് തന്ത്രപൂർവ്വം അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൈ കൊടുത്ത് അത് വിറ്റ് കാശാക്കി. പക്ഷേ ഈ വീട്ടിൽ ഒരു മനുഷ്യർ പോലും അതിനെക്കുറിച്ച് അറിഞ്ഞില്ല. എന്നിട്ട് ഒരു മാല കാണാതെ പോയെന്നും അത് നയനേടത്തി എടുത്തെന്നും പറഞ്ഞ് ഇവിടെ എന്തെല്ലാം പ്രശ്നമാണ് ഉണ്ടാക്കിയത്. നയനേടത്തിയെ എല്ലാവരെ കൊണ്ടും കുറ്റപ്പെടുത്തിച്ചു. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും ഈ അനന്തപുരിയിൽ ഉണ്ടാകാൻ തുടങ്ങിയത് അനാമിക വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ വിവാഹശേഷം എനിക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ഒരു കാറ് അവളുടെ അച്ഛനും അമ്മയും കൂടി ഇവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് പിന്നീട് കണ്ടിട്ടില്ല. അപ്പോൾ തന്നെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ ടൗണിൽ കണ്ണായ സ്ഥലത്ത് സ്വത്തും സ്ഥലവും ഒക്കെ വാങ്ങിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളവരെ എല്ലാവരെയും കൊണ്ട് കാണിച്ചു. വീണ് പണിയാൻ 2 കോടി രൂപയെങ്കിലും കൊടുക്കണമെന്ന് പറയാനായിട്ട്. പക്ഷേ അതും നടന്നില്ല. ആ സ്ഥലം അവരുടേതല്ല എന്നും അത് മറ്റൊരു വിദേശിയുടെ ആണെന്നും ഒക്കെയുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു. അതോടുകൂടി വേണുവിൻ്റെ രേവതിയുടെയൊക്കെ ആ ഒരു തട്ടിപ്പ് പൊളിഞ്ഞു. മാത്രവുമല്ല നന്ദു പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് കേസിനെ കുറിച്ചിട്ടെന്ന് പറയുമ്പം നവീൻ ചോദിക്കുക, നന്ദു ആരാ? മറ്റേ ആ കുട്ടിയാണോ SI എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, അതെ SI ആണ് എന്ന് പറയാണ്. അപ്പം നവീൻ ചോദിക്കുന്നുണ്ട്, ഓ അതല്ലേ അനിയുടെ പഴയ കാമുകി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാനും നന്ദുവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. പക്ഷേ അനാമികയുമായുള്ള വിവാഹം അടുത്തപ്പോഴേക്കും ആണ് നന്ദു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പോലും തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം നടന്നില്ല എന്ന് പറയുമ്പം നവീൻ വക്കീൽ ചോദിക്കുന്നുണ്ട്,
ഈ നന്ദുവിൻ്റെ പേരിലല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഉണ്ടായി, അത് മനഃപൂർവ്വം അനാമിക ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. നന്ദുവും ഞാനും തമ്മിൽ കാണാതിരുന്നപ്പോഴും ഫോൺ വിളിക്കാതിരുന്നപ്പോഴും പോലും അവൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു എന്ന് പറയാം. അപ്പം നവീൻ ചോദിക്കുക, ഇപ്പം അനിയുടെ മനസ്സിൽ നന്ദു ഉണ്ടായിരിക്കല്ലേ, ഈ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നന്ദുവായിട്ടുള്ള വിവാഹം നടക്കുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, നന്ദുവിനെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ ഇനി വിവാഹം കഴിക്കില്ല. നന്ദുവിൻ്റെ മനസ്സിലും ഞാനുണ്ട്. പക്ഷേ വീട്ടുകാർ, നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഈ വിവാഹത്തിന് തയ്യാറല്ലെന്ന് പറയുക. അപ്പോൾ വക്കീൽ ചോദിക്കുക, അതെന്താ അവരത് തയ്യാറല്ലാത്തത്? എന്താ കുഴപ്പം? അനന്തപുരിയിലേക്കൊരു ബന്ധം അവർക്കെന്താ ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നയനേച്ചിയുടെയും നവ്യേച്ചിയുടെയും അനിയത്തിയാണ് നന്ദു. അതുകൊണ്ട് തന്നെ ഇനി ഒരു പെൺകുട്ടിയെ കൂടി ഇങ്ങോട്ട് വിടാൻ അവർക്ക് താല്പര്യമില്ല. നവ്യേച്ചിയും നയനേച്ചിയും ഒക്കെ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ വളരെ മോശമായ ഒരു അവസ്ഥയും അന്തരീക്ഷവും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇനി നന്ദുവിനെ കൂടി വിട്ട് ഇവിടെ വിഷമിപ്പിക്കാൻ തയ്യാറല്ലെന്നാണ് പറയുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് നവീൻ കേട്ടോ, അപ്പം നമുക്ക് ഈ കേസിൽ ഒരു പ്രധാന വഴിത്തിരിവാകേണ്ട കാര്യങ്ങളുണ്ട്, എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ടെന്ന് പറയാം. അപ്പം അനി ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ ചോദിച്ചു, എങ്ങനെയായാലും അനാമികയെ നമുക്ക് പൂട്ടണം എന്ന് പറയാണ്. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, അല്ല ഈ വീട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലുമൊക്കെ അനാമികയ്ക്ക് സപ്പോർട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇതേ ഈ അവസാന നിമിഷം വരെ അനാമികയോട് സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു അപ്പച്ചിയുണ്ട്, അപ്പച്ചിയുടെ മോൻ അബി, അവർക്കൊക്കെ അനാമികയുമായിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. അനാമിക ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരൊക്കെ ന്യായീകരിക്കാറുണ്ടെന്ന് പറയണം. അപ്പം വക്കീൽ ചോദിക്കുക, അവരാരെങ്കിലും ഈ കേസ് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഈ മാധ്യമങ്ങളിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനും ഒക്കെ അനാമികയെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? അവർക്കാർക്കെങ്കിലും അനിയോടോ മറ്റോ ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, അമ്മ ആ കാര്യത്തിലൊന്നും പ്രേരിപ്പിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അമ്മ ഇങ്ങനൊരു കേസ് അത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ എതിരെ കൊടുക്കാൻ ഒരിക്കലും അനാമികയോട് പറയില്ല എന്ന് പറയാണ്. അപ്പോൾ പിന്നെ ഈ അപ്പച്ചിയും അബിയും എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, അബിയെ നവീൻ അറിയാമല്ലോ എന്ന് ചോദിക്കാനേ. അബിയുടെ കുരുട്ടുബുദ്ധിയും സ്വഭാവങ്ങളും ഒക്കെ അറിയാവുന്ന ആളല്ലേ നവീനിന് ചോദിക്കുക. അപ്പോൾ വക്കീൽ നവീൻ പറയുന്നുണ്ട് കേട്ടോ, അതെ, അബി എനിക്ക് നേരത്തെ മുതലേ അറിയാം, ചെറുപ്പം തൊട്ടേ അറിയാവുന്നതല്ലേ. അബി ഒപ്പിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് പോലും അബി എന്തെല്ലാം തോന്നിയാസങ്ങളാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അവനൊരു ഫ്രോഡാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അബിയായിരിക്കും. അവൻ കുടുംബത്തിലുള്ളവരെ കരയിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നവനാ. ആ മുത്തശ്ശനെന്നല്ല ആർക്കും ദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ട് അവനൊരു മടിയില്ല. സ്വന്തം കുടുംബമാണെന്ന് പോലും അവനും അപ്പച്ചിയും കരുതില്ലെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അബിയുടെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് എടുക്കണം എന്ന് പറയാണ്, അനാമികയുമായിട്ട് സംസാരിച്ചതിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ അറിയാം അവന് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. ആ വഴി നമുക്കിതൊക്കെ ഒന്ന് തെളിയിച്ചെടുക്കാൻ പറ്റും. അബിയും അനാമികയും കൂടെ ഒത്തുചേർന്ന് കൊടുത്ത കള്ളക്കേസാണെന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് പറയാണ്. അങ്ങനെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് എല്ലാം നോക്കുമ്പോൾ മനസ്സിലാകുകയാണ്, അബി ഒരുപാട് തവണ അനാമികയെ വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മെസ്സേജുകളൊക്കെ കാണുകയാണ്. അങ്ങനെ അബിയുടെയും കൂടെ ചേരലോട് കൂടിയാണ് ഈ കേസും ഒക്കെ നടന്നതെന്ന് മനസ്സിലാകുകയാണ്. അനാമികയുടെ വീട്ടുകാരും അനാമികയും അബിയും കൂടി ചേർന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് മനസ്സിലാക്കി എടുക്കുകയാണ് വക്കീൽ. അങ്ങനെ അത് വാദിക്കുകയാണ്, കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ള കേസാണ് എന്ന്. അങ്ങനെ അവിടെ നയനയും അനിയും ഒക്കെ ജയിക്കുകയാണ്. അനാമികയാണെങ്കിൽ തോറ്റ് തുന്നം പാടി പോവാണ് കേട്ടോ. അനാമികയ്ക്ക് ₹1 കോമ്പൻസേഷൻ കൊടുക്കണ്ട എന്നുള്ള രീതിയിലുള്ള വിധി വരികയാണ് ചെയ്യുന്നത്. കുടുംബത്തെ ചതിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനൊരു വിധിയൊക്കെ വന്ന് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വാദം കേൾക്കാൻ നമ്മുടെ അനിയും ജലജയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ജയിച്ച് സന്തോഷത്തോടെ ഇറങ്ങുകയാണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ. ആ സമയത്ത് അനാമികയും വേണുവും രേവതി അവിടെയുണ്ട്. മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അനിയും ചെല്ലുന്നുണ്ട്. അനി പറയുന്നുണ്ട്, നിൽക്കടി എവിടെ, ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ എന്ന് പറയാം. അപ്പം അനാമിക നിൽക്കുക, ഇപ്പം നിനക്ക് സമാധാനമായോ? അനന്തപുരിക്കാരോട് കളിച്ചാൽ എത്രമാത്രം കളിക്കാൻ പറ്റുമെന്ന് നിനക്ക് മനസ്സിലായോ? ന്യായമായ രീതിയിൽ നീ കേസ് കൊടുക്കായിരുന്നെങ്കിൽ നിനക്ക് ഒരു കോമ്പൻസേഷൻ കിട്ടിയേനെ. നിനക്ക് നല്ലൊരു തുക കോമ്പൻസേഷൻ തരാമെന്ന് മുത്തശ്ശൻ സമ്മതിച്ചതുമാണല്ലോ. അപ്പോൾ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആർത്തിയല്ലായിരുന്നോ ഈ കണ്ടത്? എന്തെല്ലാം തോന്നിയസങ്ങളാണ് നിങ്ങൾ പറഞ്ഞു വെച്ചത്?
മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ നോക്കിയില്ലേടി നീ എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, ശരിയാ, അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ടും വസുന്ധരയെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടുമാണ് ഈ കേസിൽ ഞങ്ങൾ ഇത്രയധികം വാദിച്ചതും ₹1 കോമ്പൻസേഷൻ തരാതെ ഡിവോഴ്സ് കിട്ടാൻ ഇടയായതും എന്ന് പറയാണ്. അപ്പോൾ അനാമിക മിണ്ടാതെ നിൽക്കുക. എടി പെരുങ്കള്ളി, ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ നോക്കല്ലായിരുന്നു എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം അനാമിക അഭിയെയും ജലജയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഞാൻ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും നിങ്ങൾക്കെതിരെ കളിച്ചു. ദേ ഈ നിൽക്കുന്ന അപ്പച്ചിയും അതുപോലെ തന്നെ ഈ അഭിയും, ഇവർ രണ്ടുപേരും എന്നെ ഇതിന് സഹായിച്ചതും എനിക്ക് സപ്പോർട്ട് ചെയ്തതും എന്നെ ഇതിന് പ്രേരിപ്പിച്ചതും ഇവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കളികളിലേക്ക് പോയതും എന്ന് അനാമിക അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്, അഭിയുടെയും ജലജയുടെയും. ഇത് കേട്ട് നമ്മൾ അനിയും മുത്തശ്ശനും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നല്ല ഉഗ്രം പണിയാണ് അഭിക്കും ജലജയ്ക്കും ഒക്കെ കിട്ടാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്